ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ദൈവവും നമ്മെ പരിപാലിക്കുന്ന പരിപാലകനും നമുക്ക് സംരക്ഷണം നൽകുന്ന കാവൽക്കാരനുമായ സർവശക്തനായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്കാണ് ഈ പ്രഭാതത്തിൽ നാം കടന്നു വന്നിരിക്കുന്നത്. കർത്താവിൻ്റെ പ്രത്യേക സംരക്ഷണത്തിൽ ഇന്ന് നമുക്ക് ആശ്രയിച്ച് കുടുംബത്തിനകത്തും പുറത്തും ദൈവ സാന്നിധ്യവും ദൈവിക പരിപാലനയും സംരക്ഷണവും ഉണ്ടാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് എല്ലാവിധ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും സകല പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും നമ്മെ രക്ഷപ്പെടുത്താൻ ശക്തനായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് ഇന്ന് നമുക്കാവശ്യമായ സകല സാമ്പത്തിക സഹായങ്ങളെ, നമുക്കാവശ്യമായ മനസ്സിൻ്റെ സമാധാനത്തെ, ഹൃദയത്തിൽ സന്തോഷം, ഇവയ്ക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്കാവശ്യമായ ശാരീരിക സൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാ മേഖലയിലും നമുക്ക് സംരക്ഷണം ഏർപ്പെടുത്തുന്ന കർത്താവിനോട് നമ്മുടെ ഹൃദയം തുറക്കാം. കർത്താവിന് എല്ലാം സാധ്യമാണ് എന്ന വിശ്വാസത്തോടെ നമുക്ക് ഇന്നത്തെ ദിവസം നമ്മെ തന്നെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 121. കർത്താവ് എൻ്റെ കാവൽക്കാരൻ, പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. നിന്റെ കാൽ വഴുതാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല, നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുകയില്ല. ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. കർത്താവാണ് നിന്റെ കാവൽക്കാരൻ, നിനക്ക് തണലേകാൻ അവിടുന്ന് നിന്റെ വലത്തുഭാഗത്തുണ്ട്. പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ നിന്നെ ഉപദ്രവിക്കുകയില്ല. സകല തിന്മകളിൽ നിന്നും കർത്താവ് നിന്നെ കാത്തുകൊള്ളും. അവിടുന്ന് നിന്റെ ജീവൻ സംരക്ഷിക്കും. കർത്താവ് നിന്റെ വ്യാപാരങ്ങളെ ഇന്നും എന്നേക്കും കാത്തുകൊള്ളും. ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവേ, ഇന്നത്തെ ദിവസം സകല തിന്മകളിൽ നിന്നും, സകല പൈശാചിക ദുഷ്ടശക്തികളിൽ നിന്നും, പ്രകൃതി ദോഷങ്ങളിൽ നിന്നും ഞങ്ങളെ പ്രത്യേകം നീ കാത്ത് സംരക്ഷിക്കണമേ. കർത്താവേ, ഇന്ന് ഞങ്ങളെ സകല അപകടങ്ങളിൽ നിന്നും നീ കാത്ത് സംരക്ഷിക്കണമേ. കർത്താവേ, നിന്റെ സന്നിധിയിൽ സഹായത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ ഹൃദയത്തിൻ്റെ അഭിലാഷങ്ങളെ നീ കാണണമേ. ഇവരെ സഹായിക്കാൻ എൻ്റെ ദൈവമേ നിനക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. മക്കളെക്കുറിച്ച് ഓർത്ത് കണ്ണുനീരൊഴുക്കുന്ന മാതാപിതാക്കളുടെ ഹൃദയത്തെ നീ ആശ്വസിപ്പിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ യുവതലമുറകൾക്ക് വിവാഹം വേണ്ട എന്ന് വാശി പിടിക്കുന്ന, വിവാഹ തടസ്സം നേരിടുന്ന എല്ലാ അവിവാഹിതരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ ഏൽപ്പിച്ചു തരുന്നു. കർത്താവേ, നിന്റെ ഹിതം അവരുടെ മേൽ നിറവേറ്റപ്പെടണമേ. അവർക്കു വേണ്ടി നീ അനാദി മുതലേ കരുതി വച്ചിരിക്കുന്ന ഉചിതരായ ജീവിത പങ്കാളികളെ അവരുമായി നീ കൂട്ടിച്ചേർക്കണമേ. കർത്താവേ, ഞങ്ങളുടെ മക്കൾക്ക് നീ സംരക്ഷണം നൽകണമേ. ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ ഭവനത്തിലായിരിക്കുമ്പോഴും ഭവനത്തിൽ നിന്ന് പുറത്തു പോകുമ്പോഴും അവരുടെ ജോലി സ്ഥലത്തും മറ്റെല്ലായിടവും നിന്റെ പ്രത്യേക സംരക്ഷണം നൽകി, അവർക്ക് കാവൽ നൽകി, അവരെ എല്ലാ മേഖലയിലും പരിചരിച്ച് കർത്താവേ നീ അവരെ കൂടെ നിർത്തി അനുഗ്രഹിക്കണമേ. നിന്റെ അനുഗ്രഹം ഇന്ന് അവരുടെ മേൽ അയക്കണമേ. നിന്നോട് ആരൊക്കെ ഇന്ന് സഹായത്തിന് നിലവിളിക്കുന്നുവോ അവരുടെ എല്ലാം കണ്ണുനീരൊപ്പി ഇന്ന് അവർക്ക് ശക്തി പകർന്നു കൊടുക്കണമേ. കർത്താവേ, ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ ഒരു ലക്ഷ്യമില്ലാതെ, എന്ത് ചെയ്യണമെന്ന് അറിയാൻ കഴിയാതെ തടസ്സപ്പെട്ട് കിടക്കുന്ന ഞങ്ങളുടെ ഭാവിയെ സമർപ്പിക്കുന്നു. കർത്താവേ, ഏത് തിരഞ്ഞെടുക്കണം, എങ്ങനെ മുന്നോട്ട് പോകണം, എന്ത് ചെയ്യണം എന്ന് ആകുലപ്പെടുന്ന ഞങ്ങളുടെ യുവതലമുറയെ, ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങളെ ഇന്ന് നീ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ലക്ഷ്യം
കർത്താവേ, അങ്ങാണ് ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം. അങ്ങാണ്. അങ്ങ് ഞങ്ങളെ നിയന്ത്രിക്കണമേ, അങ്ങ് ഞങ്ങളെ നയിക്കണമേ. ഞങ്ങളെക്കുറിച്ചൊരു വലിയ പദ്ധതിയുള്ളത് അങ്ങേക്കാണ്. കർത്താവേ, ഞങ്ങളുടെ പദ്ധതി പലപ്പോഴും അത് പാളിപ്പോകുന്നു, അത് അപകടത്തിലേക്കും തകർച്ചയിലേക്കും നയിക്കുന്നു. എന്നാൽ ഉന്നതനായ ദൈവത്തിൻ്റെ ഞങ്ങളെക്കുറിച്ചുള്ള, മക്കളായ ഞങ്ങളെക്കുറിച്ചുള്ള പദ്ധതിക്ക് ഒരു നാളും കോട്ടമരുകയില്ല, ഒരു നാളും അത് തകർന്നു പോവുകയില്ല. അതിനാൽ ദൈവത്തിൻ്റെ ഇഷ്ടം അന്വേഷിച്ചറിഞ്ഞ് അത് പ്രവർത്തിക്കാൻ ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ നീ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. കർത്താവെ, തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാത്തവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ശരിയായ ദിശ കാണിച്ച് ശരിയായ ലക്ഷ്യത്തിലേക്ക് അവരെ എത്തിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. തെറ്റായ പ്രബോധകരിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഞങ്ങളുടെ യുവതലമുറകളെ, കുഞ്ഞുമക്കളെ നീ രക്ഷിക്കണമേ. അനാവശ്യമായ തെറ്റായ കൂട്ടുകെട്ടുകളിൽ നിന്നും, തെറ്റായ ഉപദേഷ്ടാക്കളിൽ നിന്നും, തെറ്റായ പ്രബോധകരിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഞങ്ങളുടെ വരും തലമുറയെ നീ രക്ഷിക്കണമേ. കർത്താവേ, നിനക്ക് മാത്രമേ ഞങ്ങളുടെ ജീവനെ സംരക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അതിനാൽ ഇന്ന് ദിശ കിട്ടാതെ അലഞ്ഞു നടക്കുന്ന, ലക്ഷ്യബോധമില്ലാതെ അലയുന്ന എല്ലാവർക്കും ഒരു ശരിയായ ലക്ഷ്യം നൽകി ശരിയായ ജീവിത വഴി കാണിച്ച് അവരെ നയിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ സഹായത്തിന് നീ വേഗം വരണമേ. ഞങ്ങളെ സഹായിക്കാൻ നിനക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ദൈവമേ, നിന്നിൽ പൂർണ്ണമായി ഞങ്ങളെ തന്നെ ഭരമേൽപ്പിക്കുന്നു. ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ വേദനകളെ, ദുരിതങ്ങളെ, ദുഃഖങ്ങളെ, ഭയങ്ങളെ സമർപ്പിക്കുന്നു. ശരീരത്തിൻ്റെ രോഗങ്ങളെ സമർപ്പിക്കുന്നു. രോഗം കാരണം ഒരു ശരിയായ തീരുമാനമെടുക്കാൻ കഴിയാതെ തടസ്സപ്പെട്ടു കിടക്കുന്ന ജീവിതങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവേ, കരുണയോടെ ഇന്ന് നീ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കു വേണ്ടിയും പ്രത്യേകം ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. നിനക്കെല്ലാം സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിനെല്ലാം സാധ്യമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനാൽ ഞങ്ങളുടെ പ്രാർത്ഥനയിൽ കനിവ് തോന്നി അനുഗ്രഹിച്ച് സംപ്രീതനായി ഈ പ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ച് നിന്നോട് ആഗ്രഹത്തോടെ ആവശ്യപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ഇന്ന് ഈ മക്കൾക്ക് നീ സാധിച്ചു കൊടുക്കണമേ എന്ന് ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു. കരുണാമയനായ ദൈവമേ, ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് എല്ലാവരോടും ക്ഷമിച്ച് നിന്റെ ഇഷ്ടം സ്വീകരിക്കാനുള്ള വിശുദ്ധമായ ഹൃദയം നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ശുശ്രൂഷ ലഭിച്ച ഓരോരുത്തരെയും നീ സമർത്ഥമായി അനുഗ്രഹിക്കണമേ. നിന്റെ സമൃദ്ധിയുടെ പൂർണ്ണതയിലേക്ക് അവരെ നയിക്കണമേ. എല്ലാ മേഖലയിലും ഈ പ്രിയ സഹോദരി സഹോദരങ്ങൾ, മാതാപിതാക്കൾ, യുവാക്കൾ, യുവതികൾ, കുഞ്ഞുമക്കൾ സംരക്ഷിതരാകട്ടെ, സമ്പൂർണരാകട്ടെ, അഭിവൃദ്ധി പ്രാപിക്കട്ടെ, സമൃദ്ധിയാൽ അവർ നിറയട്ടെ. യേശുവേ, നിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു, കേട്ടരുളണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം
ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങളുടെ ഹൃദയാഭിലാഷങ്ങളെ സാധിച്ചു തന്ന് നിങ്ങൾക്ക് ഒരു ശരിയായ ലക്ഷ്യത്തിൽ നിങ്ങളെത്താൻ കർത്താവ് കരം പിടിച്ച് നിങ്ങളെ നയിക്കട്ടെ. സകല അപകടങ്ങളിൽ നിന്നും, ആപത്തുകളിൽ നിന്നും, പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും കർത്താവ് പ്രത്യേകം നിങ്ങളെ കാത്ത് സംരക്ഷിക്കട്ടെ. എല്ലാ പൈശാചിക പീഡകളിൽ നിന്നും, ദുരിതങ്ങളിൽ നിന്നും, രോഗങ്ങളിൽ നിന്നും, നിരാശയിൽ നിന്നും, ഭയത്തിൽ നിന്നും കർത്താവ് ഇന്നുമെന്നും നിങ്ങളെ സംരക്ഷിക്കട്ടെ. സാധിക്കുന്നവരെല്ലാം ഈ പ്രാർത്ഥന ഷെയർ ചെയ്യുക. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.